Hello students, welcome to Class Notes Learning. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാറ്ററൽ ബിടെക് ലാറ്ററൽ 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നോട്ടിഫിക്കേഷൻ, അതായത് സിലബസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ചിലർ അറിഞ്ഞിട്ടുണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ വർഷത്തെ 2024 ലെറ്റ് സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സിലബസിൽ ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതിന്റെ സിലബസ് ഇതിന് കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. ലെറ്റിന്റെ 2025 ലേറ്റസ്റ്റ് സിലബസ്. അതിൽ മാത്സിലെ മൊഡ്യൂൾസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സിലബസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ലാപ്ലേസ് ട്രാൻസ്ഫോം, മെട്രിക്സ് ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് ഒഴിവായിട്ടുണ്ട്. പകരം നമുക്ക് വെക്ടർ ഇന്റഗ്രൽ കാൽക്കുലസ് ചാപ്റ്റർ ഒക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഇലക്ട്രോണിക്സിലും കാര്യത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സിലബസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, കഴിഞ്ഞ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എക്സാം ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മെയ് ലാസ്റ്റ് നിങ്ങളുടെ ഡിപ്ലോമ ഫൈനൽ സെം എക്സാം കഴിഞ്ഞതിന് ശേഷം, ഡിപ്ലോമ ഫൈനൽ സെമ്മിന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം സമയം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അതായത് മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ലെറ്റ് എക്സാം 2025 പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് സീരിയസ് ആയിട്ട് നോക്കാം. ലെറ്റ് എക്സാംസിനെ കുറിച്ചൊരു ബിടെക് ലെറ്റ് എക്സാംസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാം. ഒരുപാട് പേര് ലെറ്റ് എക്സാംസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് എഴുതാതിരിക്കുന്നവരുണ്ട്. എല്ലാവരും ചോദിക്കും, ഡിപ്ലോമ സ്റ്റുഡൻസ് പറയുന്ന മെയിൻ കാര്യമാണ് നമ്പർ ഓഫ് സീറ്റ്സ് കുറവല്ലേ എന്നുള്ള കാര്യം. ഒന്ന് മനസ്സിലാക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് എത്ര സ്റ്റുഡൻസ് ലെറ്റ് എഴുതുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കേരള എൻട്രൻസുമായിട്ട് കമ്പയർ വളരെ വളരെ കുറവാണ്. അറൌണ്ട് റേഞ്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രമാണ് കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. 4000+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ 3000 ബിലോ സ്റ്റുഡൻസ് ആണ് ലാറ്ററൽ ടെസ്റ്റ് എഴുതിയത്. ഓൾ കേരളയാണ് പറയുന്നത്. കേരളത്തിൽ ഒരു 3000 ആവറേജ് എടുത്താൽ 3500 സ്റ്റുഡൻസ് ആണ് ലെറ്റ് എക്സാം ഒരു വർഷത്തിൽ കേരളത്തിന് എഴുതുന്നത്. ഇത് എല്ലാ ബ്രാഞ്ചും കൂടെ ചേർത്തിട്ടാണ്. അത് മനസ്സിലാക്കുക. അത്രയും വളരെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ള ഒരു എക്സാം ആണ് ലെറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് 10% സീറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ എൻജിനീയറിംഗ് കോളേജ് സീറ്റിലെ എൻജിനീയറിംഗ് കോളേജ് എത്രയാണ് ഒരു കോളേജ് സീറ്റ് ഉണ്ട്, അതിന്റെ 10% സീറ്റാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പൊ ഒരു ഏറ്റവും ബെസ്റ്റ് കോളേജ് സിഇടിയിൽ 120 സീറ്റ്സ് ഉണ്ട് വിചാരിക്കുക. ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് 2 ബാച്ച്, 60 2 ബാച്ച് 120 സീറ്റ്സ് ഉണ്ടെങ്കിൽ 10% ആണ് 12 സീറ്റ്സ് ആണ് ലെറ്റുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ലാറ്ററൽ ടെസ്റ്റ് വഴി അലോട്ട് ചെയ്തിരിക്കുന്നത് 12 സീറ്റാണ്. ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ ഇലക്ട്രിക്കലൊക്കെ 12 സീറ്റ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ബ്രാഞ്ച് വൈസ് കോമ്പറ്റീഷൻ ആണ്. അതായത് നിങ്ങൾ ലെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അറൌണ്ട് 3500 സ്റ്റുഡൻസ് പറഞ്ഞു. ആ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചും കൂടെ ചേർത്തിട്ടാണ് അത്രയും സ്റ്റുഡൻസ് എഴുതുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ എഴുതുന്ന സ്റ്റുഡൻസിന് എണ്ണം അറൌണ്ട് 400 to 450 റേഞ്ചിലേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കാം. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിലൊക്കെ ബ്രാഞ്ച് എടുത്ത് കോർ ബ്രാഞ്ച് എടുത്ത് നോക്കിയാൽ ഒരു ബ്രാഞ്ചിൽ 400 മുതൽ 450 സ്റ്റുഡൻസേ ലെറ്റ് എക്സാം ഒരു വർഷത്തിൽ കേരളത്തിൽ എഴുതുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കോളേജിൽ, ഏറ്റവും ബെസ്റ്റ് കോളേജ് സിഇടി, പിന്നെ അതേപോലെ സെക്കൻഡ് തൃശ്ശൂർ, ടികെ, ഈ കോളേജിലൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ സിഇടി തന്നെ എടുക്കാം. ബെസ്റ്റ് കോളേജ് ബിടെക് ചെയ്യാൻ കേരളത്തിൽ ലെറ്റുകാർ കിട്ടുന്ന മാക്സിമം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിഇടി ആണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അതിലേക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ അവരുടെ റാങ്ക് 12ന്റെ ഉള്ളിലായിരിക്കണം. അവരെ റാങ്ക് മീൻസ് ഞാൻ സ്റ്റേറ്റ് റാങ്ക് അല്ല പറയുന്നത്. അവർക്ക് റാങ്ക് ലിസ്റ്റ് നമുക്ക് 2 രീതി പറയാം. അവർക്ക് സ്റ്റേറ്റ് റാങ്ക് ഉണ്ട്, അത് ബ്രാഞ്ച് റാങ്ക് ഉണ്ട്. അതായത് ബ്രാഞ്ചിൽ സിവിലിലെ ആദ്യത്തെ 12 പേർക്ക് സിഇടിയിൽ അഡ്മിഷൻ കിട്ടും. മനസ്സിലാക്കുക. സിവിൽ എത്ര പേര് എഴുതുന്നുണ്ടാവും കേരളത്തിൽ ലെറ്റ് എക്സാം? അറൌണ്ട് 400 to 450 സ്റ്റുഡൻസ്. ഈ 400 ഉം 450 സ്റ്റുഡൻസും ലെറ്റ് എക്സാം പഠിച്ചെഴുതുന്ന സ്റ്റുഡൻസ് അല്ല. അതിൽ കോച്ചിങ്ങിന് പോയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എഴുതുന്ന ആൾക്കാർ അറൌണ്ട് 100 സ്റ്റുഡൻസേ ഉണ്ടാവുള്ളൂ. അറൌണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ 1/4 100 സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ 100 സ്റ്റുഡൻസിനെ കോമ്പറ്റ് ചെയ്തിട്ട് നിങ്ങളെ റാങ്ക് ആദ്യത്തെ 12 എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 12 സ്റ്റുഡൻസിന് സിഇടി, ഏറ്റവും ബെസ്റ്റ് കോളേജായ സിഇടിയിൽ അഡ്മിഷൻ കിട്ടും. ആദ്യത്തെ 24 സ്റ്റുഡൻസിന് നെക്സ്റ്റ് 12 പേർക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടും. അടുത്ത 12 ടികെ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ കുറവാണ്. പക്ഷെ എഫക്റ്റീവ് കോമ്പറ്റീഷൻ ഒരു ബ്രാഞ്ചിൽ അറൌണ്ട് 100 to 150 സ്റ്റുഡൻസ് ആണ് എഫക്റ്റീവ് കോമ്പറ്റീഷൻ വരുന്നത്. മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ 10% സീറ്റിന്റെ ഉള്ളിലാണ് നിങ്ങളെ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുക. അത്രയും നല്ലൊരു ചാൻസ് ആണ്, ഒരു ഗോൾഡൻ ചാൻസ് തന്നെ പറയാം. അത്രയും നിങ്ങൾക്ക് ലെറ്റ് വഴി കിട്ടുന്നത്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ലെറ്റ് എക്സാം എഴുതാൻ ഈവൻ സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ പോലും ഈവൻ ലെറ്റ് എക്സാം എഴുതാം. ലെറ്റ് എക്സാം അതിനും ഐ തിങ്ക് 1000 rupees സംതിങ് ആണെന്ന് തോന്നുന്നു ഒരു അപ്ലിക്കേഷൻ ഫീസ്. പ്ലസ് അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈവൻ സപ്ലിമെന്ററി ഉള്ള സ്റ്റുഡൻസ് പോലും ലെറ്റ് എക്സാം എഴുതി നോക്കുക. കാരണം നിങ്ങൾ ബിടെക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതിയിട്ട് കാര്യമുള്ളൂ.
നിങ്ങൾ സപ്ലിമെന്ററി ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ എഴുതാതിരിക്കേണ്ട. നിങ്ങൾക്ക് ബിടെക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അഡ്മിഷൻ എടുക്കാനല്ല ഏകദേശം ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ബിടെക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, എക്സാം എഴുതാം. അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞ എക്സാം ആണ്, മനസ്സിലാക്കുക. നിങ്ങൾ ശരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ലെറ്റ് എക്സാം സിലബസും വളരെ ചെറുതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞൊരു എക്സാം, മനസ്സിലാക്കുക. വേറൊരു കാര്യം കൂടി പറയാം, ഈ ലെറ്റ് എക്സാമിന് കഴിഞ്ഞ വർഷം മുതൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മിനിമം മാർക്ക് എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. നിങ്ങൾ നോക്കുക, 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരെയെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/4. അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ. പ്രോബിലിറ്റി വെച്ച് പറയാണ് 1/4 ആണ് റൈറ്റ് ആൻസറിന്റെ പ്രോബിലിറ്റി. 120 into 1/4 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റൈറ്റ് ആൻസർ കിട്ടും. 90 ക്വസ്റ്റ്യൻസ് റോങ് ആൻസർ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒന്നും അറിയാതെ പോയി എഴുതുക, ജസ്റ്റ് ഒരു റാൻഡം കാൽക്കുലേഷൻ പ്രോബിലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കും, 90 ക്വസ്റ്റ്യൻ റോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മിനിമം ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ 30 മാർക്ക് മിനിമം കിട്ടും. 30 into 1 30 മാർക്സ് മിനിമം കിട്ടും. അത് നിങ്ങളൊരു മനസ്സിൽ അത്രയും. അപ്പൊ നിങ്ങൾ ഒന്നും പഠിക്കാതെ പോയി എഴുതിയാൽ പോലും ഈവൻ 30 മാർക്ക് കിട്ടുന്ന ഒരു എക്സാമാണ് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കുറച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 60 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പറ്റീവ് എക്സാം ആണ് ലെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 70+, 80+, മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 80-85 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 120 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കാം. ഞാൻ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അത്രയും ഈസിയാണ് കിട്ടാൻ ലെറ്റ് എക്സാം. അപ്പൊ കോമ്പറ്റീഷൻ പോയിന്റ് ഓഫ് വ്യൂല് ശ്രദ്ധിക്കുക. കോമ്പറ്റീഷൻ വളരെ വളരെ കുറവാണ്. സീറ്റ് കുറവാണെങ്കിലും കോമ്പറ്റീഷൻ വളരെ കുറവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു കോളേജില് എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ, അതായത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് സിഇടിയിലും തൃശ്ശൂരും ടിക്കങ്ങ് പഠിക്കാൻ പറ്റും. അത് മനസ്സിലാക്കുക. ഈ ലെറ്റ് എക്സാമിന്റെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ സിലബസ്, നിങ്ങൾ ലെറ്റ് എക്സാമിന്റെ സിലബസ് ഞാൻ പറയാം. സിലബസിന്റെ വീഡിയോ ആണല്ലോ ഇത്. സിലബസ് അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞു. ലെറ്റ് എക്സാമിന്റെ സിലബസ് എന്ന ഫസ്റ്റ് ഇയർ ബിടെക് സിലബസ് ആണ്. നമ്മൾ സിലബസ് ജസ്റ്റ് പറയാം. ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സ്, സിവില്, കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ്, ഇത്രയും സിലബസ് ആണ്. 7 സബ്ജക്റ്റ് ആണ് പ്ലസ് ഇംഗ്ലീഷ്. ഇതും കൂടെ ചേർത്തിട്ടാണ് 120 ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഈ സിലബസ് ബിടെക് ഫസ്റ്റ് ഇയർ എന്ന പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ, അറൌണ്ട് ഒരു 10% പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ലെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഈ ബിടെക് ഫസ്റ്റ് ഇയർ സിലബസിന് 10% താഴെ പഠിക്കേണ്ടി വരുന്നുള്ളൂ. ചെറിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സൺഡേയിൽ 4 മണിക്കൂർ മാറ്റി വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ലെറ്റിന്റെ സിലബസ്. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രാഞ്ച്, നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് ആണോ ആ ബ്രാഞ്ചിലെ സിലബസ് എടുത്ത് കമ്പയർ നോക്കുക. അപ്പൊ അതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇലക്ട്രോണിക് സ്റ്റുഡന്റ് ആണ്, ഇലക്ട്രോണിക്സിന്റെ സിലബസ് എടുത്ത് നോക്കുക. നിങ്ങൾ മെക്കാനിക്കൽ സ്റ്റുഡന്റ് ആണ്, മെക്കാനിക്കൽ സിലബസ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിൾ ആണ് സിലബസിന്റെ കാര്യങ്ങൾ. കാരണം മറ്റ് ബ്രാഞ്ചിലെ സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്ര ഈസി സിലബസ് ആണ്. അപ്പൊ അത് പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമില്ല. ഒരുപാട് കോച്ചിങ്ങിന്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എക്സാം ഒന്ന് നോക്കുക. കാരണം എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നെറ്റ് എക്സാം എഴുതണം. നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോയിട്ട് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ടോപ്പ് 3 ഗവൺമെന്റ് കോളേജ്, എല്ലാ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും പറയുന്നില്ല, ടോപ്പ് 3 അല്ലെ ടോപ്പ് 5 ഗവൺമെന്റ് ഒരുപാട് മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിട്ടാൻ തന്നെ അഡ്മിഷൻ എടുക്കാൻ തന്നെ ശ്രമിക്കുക ഈ എക്സാം എഴുതിയിട്ട്. അപ്പൊ സിലബസ് പഠിക്കാനൊന്നും നിങ്ങളെ സെമസ്റ്റർ എക്സാമിന്റെ എഫക്ട് ഒന്നും ചെയ്യുക. കാരണം കുറച്ച് ഒരു സമയം, ഒരുപാട് സമയത്തിന് ആവശ്യമില്ല. ഒരു 4 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പയനിയറിന്റെ കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ ബ്രാഞ്ചസിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സൺഡേസിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. റെഗുലർ ബാച്ചിൽ വേണ്ട സ്റ്റുഡൻസ് റെഗുലർ ബാച്ചിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. ലെറ്റ് എക്സാമിന്റെ ഓൺലൈൻ ബാച്ചസും നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ള കുട്ടികൾ കോൺടാക്ട് ചെയ്യാം. ലെറ്റിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. മനസ്സിലാക്കുക, ലെറ്റിന്റെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ലെറ്റ് എക്സാം വഴി ഈവൻ ഒരു ആവറേജ് സ്റ്റുഡൻസിന് പോലും CET പോലത്തെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ലെറ്റ് എക്സാം പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, ഇനി അഡ്മിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ലെറ്റിന്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റും. അത്രയും ചെറിയ സിലബസ് ആണ്. അപ്പൊ അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മളോട് പ്രാക്ടീസ് ചെയ്യിക്കും. വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റ് ആവാതെ, നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസ് കോളേജ് അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു ഗവൺമെന്റ് കോളേജിൽ ചെറിയൊരു ഫീസിലെ സെമസ്റ്റർ ഫീസ് വളരെ ചെറിയ ഫീസാണ്.
അറൌണ്ട് 8,000 സംതിങ് 8,000 താഴെയുള്ള ഒരു ഫീസാണ്. പുതിയ ഫീസിന്റെ അപ്ഡേറ്റ് എനിക്ക് അറിയില്ല, നിങ്ങൾ നോക്കി അറിയാം. വളരെ ചെറിയ ഫീസാണ്. ഇത് നിങ്ങൾക്ക് KPCR പോലത്തെ സ്കോളർഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആ പൈസ അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. എക്സ്പെൻസ് ഇല്ല, ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് മാത്രമല്ല 4 വർഷ ഡിഗ്രി നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ വേറൊരു ഇതിൽ ഏറ്റവും ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ആയിരിക്കും. നിങ്ങൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതായത് അതുകൊണ്ട് നിങ്ങളെ കൂടെ പഠിക്കുന്ന ബാക്കി സ്റ്റുഡൻസിന്റെ ക്വാളിഫിക്കേഷൻ +2 ആയിരിക്കും ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർ പോസ്റ്റുകൾ, ഓവർസിയർ പോസ്റ്റുകളൊക്കെ എഴുതിയെടുക്കാൻ പറ്റും. എഴുതിയെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് ബിടെക് കംപ്ലീറ്റ് ആയിട്ട് ജോബിൽ ചേരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ലെറ്റ് എക്സാം തരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ലെറ്റ് എക്സാം ടഫാണ്, കിട്ടില്ല, സീറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. എല്ലാ സ്റ്റുഡൻസും, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും, ഞാൻ പറയുന്നത് എല്ലാ സ്റ്റുഡൻസും ലെറ്റ് എക്സാം എഴുതാൻ ശ്രമിക്കുക. വലിയ ഫീസൊന്നുമില്ല, ചെറിയ ഫീസുകൾ. ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക, കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അതുപോലെ ഡിപ്ലോമ ജോബ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് വെബിനാർ കണ്ടക്ട് ചെയ്യാറുണ്ട്. വെബിനാർ നിങ്ങൾക്ക് വേണം ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക്, അതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ വെബിനാർസ്, ലെറ്റ് എക്സാംസിനെ കുറിച്ച് ഫ്രീ വെബിനാറിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അതേപോലെ കോച്ചിങ്ങിന്റെ കാര്യങ്ങളും, അതേപോലെ ബാക്കിയുള്ള ലെറ്റ് എക്സാമും ഡിപ്ലോമ ബേസ്ഡ് എല്ലാ എക്സാം, ഡിപ്ലോമ ബിടെക് ലെവൽ എല്ലാ എക്സാമിനെ കുറിച്ചും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഡിപ്ലോമ ട്യൂഷൻസ് അവൈലബിൾ, നമുക്ക് നമ്മുടെ സെന്റേഴ്സിൽ ഡിപ്ലോമ ട്യൂഷൻസ് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പഠിക്കുന്ന സമയത്ത് ഏത് സബ്ജക്ട് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റിന്റെ കാര്യങ്ങൾ. ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ പഴയ സിലബസുമായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ KTU സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ലെറ്റിന്റെ ഈ വർഷത്തെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ലേറ്റ് ആവരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. താങ്ക്